നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ത്രയം തുടർക്കഥ ഭാഗം 31. നന്ദയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചിരിക്കുന്നു. അതോ അങ്ങനെ ആയിപ്പോയതോ? ചുരുട്ടിവെച്ച പായയിലും വിരിയിലേക്കും ശിവകാമി തെല്ലതേരം നോക്കി. വാതിൽ തുറന്നു വന്ന് മൊഴി അമ്മയുടെ മനസ്സിടറിയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ ദയനീയമായി ഒന്ന് നോക്കി. പുതപ്പിൽ നന്ദയുടെ മണം അപ്പോഴും പതിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ആ പുതപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് മൊഴി ശിവകാമി ഏന്തിക്കൊണ്ടിരിക്കുന്നു. തുണയായി ഇന്ന് സന്തോഷിച്ചതാണ്. പുതിയ ജീവിതം കിട്ടിയല്ലോ എന്ന പേരിൽ ഉള്ളം അഹങ്കരിച്ചു. കൂട്ടിന് ഒരാൺ തുണയുള്ള ധൈര്യം അനുഭവിക്കാൻ തോന്നി. എല്ലാം വെറുതെയായോ? നന്ദ എവിടെ? പെട്ടെന്ന് ചെവിയിൽ ചോദ്യം വന്നു വീണു. മൊഴി വിളിച്ചു ചോദിച്ചു. അറിയില്ല മൊഴി. പറയാതെ എങ്ങോട്ട് പോയെന്ന്. വെളുപ്പിനെ ആള് പോയിട്ടുണ്ട്. എങ്ങോട്ട്? ഇനി അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ലല്ലോ. വേറെ എങ്ങോട്ടെങ്കിലും പോകാമല്ലോ. നന്ദയുടെ അഭാവം ശിവകാമിയെ അതിരു കടന്ന് ചിന്തിപ്പിച്ചു. നന്ദയ്ക്ക് വീണ്ടും വിചാരം ഉണ്ടായി കാണും. ഒരു വേശ്യയ്ക്ക് എത്ര കാലം കഴിഞ്ഞാലും തേച്ചാലും മായ്ച്ചാലും ആ പേര് പോകില്ല. താനും മൊഴിയും നന്ദയ്ക്ക് ഒരു ഭാരമാകുമോ എന്ന പുനർചിന്ത ഉണ്ടായി കാണും. മൊഴി മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നു. കരിമ്പിനക്കാടുകളിൽ നിന്ന് പുലരിക്കാറ്റ് വീശിക്കടന്ന വഴികളിൽ എവിടെയും അയാളില്ല. കുറ്റിക്കാടിനോരത്ത് എവിടെയെങ്കിലും അയാളെ കാണുമെന്ന പ്രത്യാശയോടെ അവിടെയെല്ലാം മൊഴി തിരിഞ്ഞു നടന്നു. കരിമ്പിൻ പൂക്കൾ വീണമർന്ന വഴിയിൽ, പൂമരങ്ങൾ കൂട്ടമായി ചില്ലകൾ കോർത്ത തണലിൽ, തലേന്നാൾ പെയ്ത മഴയിൽ, മഴയൊലിച്ച വഴിവക്കിൽ എങ്ങും അയാളെ അവൾ കണ്ടില്ല. മൊഴി സങ്കടത്തോടെ അകത്തേക്ക് വന്നു. ശിവകാമിക്ക് ശരീരം പൊന്തുന്നില്ലായിരുന്നു. തളർന്നുപോയി ആ ശരീരം, ഉപരി ആ മനസ്സും. അവിടെയെങ്ങും നന്ദയെ കണ്ടില്ലമ്മേ. മൊഴിയുടെ ആ വാക്കുകളിൽ നഷ്ടപ്പെട്ട പ്രതീക്ഷയിൽ ജന്മമെടുത്ത കണ്ണീരിന്റെ കടൽ ഇളകുന്നുണ്ടായിരുന്നു. ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി സ്വപ്നങ്ങൾക്ക് അവൾ മനക്കോട്ട കിട്ടി. സ്കൂൾ, കൂട്ടുകാർ, പുസ്തകങ്ങൾ, സൗഹൃദങ്ങൾ, എന്തൊക്കെയാണ് ആ നിമിഷത്തിൽ അവൾ കണ്ടത്. പെട്ടെന്ന് അതൊക്കെ ഇന്നലെ പെയ്ത മഴ തോന്നപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഒലിച്ചുപോയിരുന്നു. ഈ ഇരിപ്പ് ഇരുന്നിട്ട് വല്ല കാര്യവുമുണ്ടോ? ശരിക്കും നന്ദ പോയല്ലേ? ഇനി ഈ നാട്ടിൽ ജീവിക്കാൻ ആളുകൾ സമ്മതിക്കില്ല. അവർ തന്നെ ആവശ്യപ്പെട്ട് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അനിയനെ വശീകരിച്ചെടുത്തുവെന്ന രത്നാകരന്റെ പഴി കേൾക്കണം. ഒറ്റപ്പെടുത്തും. തന്നെയും മകളെയും ആട്ടിത്തുപ്പും. തുപ്പുന്നവരിൽ പലരും ഇരുളിന്റെ മറവിൽ ചൂടുപറ്റ ഈ കരക്കെടുക്കും. ശിവകാമി എഴുന്നേറ്റ് കയ്യിലെ പുതപ്പ് പായിലേക്കിട്ട് അടുക്കളയിലേക്ക് ചെന്നു. മാവ് കുഴച്ച് കല്ലിൽ പരത്തി ചട്ടി വെച്ച് ചപ്പാത്തി ചുട്ടെടുത്തു. ഉണങ്ങിയ ഉരുളക്കിഴങ്ങുകൾ മൂലയ്ക്ക് വെള്ളം വെച്ച് കിടന്നിരുന്നു. അതെടുത്ത് തട്ടിക്കുട്ടി അവളൊരു കൊച്ചു കൂട്ടാനുണ്ടാക്കി ചൂടോടെ ചായയും കൊണ്ട് മൊഴിയുടെ അടുത്തേക്കെത്തി. എന്തിരിപ്പാ മൊഴി? മൊഴിയുടെ മുഖത്തേക്ക് നോക്കി ശിവകാമി ചോദിച്ചു. നന്ദ എന്താ പറയാതെ പോയത്? മുഖം നോക്കാതെ അവൾ ചോദിച്ചു. അറിയില്ല മൊഴി. അധികകാലം ആർക്കും ഒരു ഭാരം ചുമക്കാൻ കഴിയില്ല. മൊഴി ശിവകാമിയുടെ മുഖത്തേക്ക് നോക്കി. അതിന് നന്ദ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. ജീവിതമൊന്നും തുടങ്ങിയില്ല. ഉത്തരവാദിത്തങ്ങളിൽ തലയിട്ടില്ല. ബാധ്യതകൾ കൂമ്പാരമാകുമ്പോൾ, സമൂഹത്തിന്റെ അവഗണന പെരുകുമ്പോൾ, തിരഞ്ഞെടുത്ത ജീവിതത്തോട് മടുപ്പ് വന്നേക്കും. ഓടിത്തുടങ്ങുമ്പോൾ ഒന്നിരിക്കാൻ തോന്നും. അറിഞ്ഞും ആലോചിച്ചും വേണം എന്ത് തിരഞ്ഞെടുക്കാൻ എന്ന ബോധ്യം. പ്രണയം ആർക്കും ആരോടും എപ്പോൾ വേണമെങ്കിൽ തോന്നാം. അതിന് സമയപരിധിയില്ല. പക്ഷേ ജീവിതത്തിന് ക്രമങ്ങളുണ്ട്. ആസ്വദിക്കേണ്ട പ്രായത്തിൽ ജീവിതം ആസ്വദിക്കണം. ആസ്വാദനത്തിന്റെ സ്വസ്ഥത വരാൻ തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിൽ മടുപ്പുകൾ കടന്നു വരരുത്. തുടക്കത്തിലെ വെളിച്ചം പോകെ പോകെ കുറഞ്ഞു തുടങ്ങും. എല്ലാം ഒരാവേശമെന്ന് തോന്നുകയും ചെയ്യും. പക്ഷേ ഇതിലേക്കൊന്നും നന്ദ എത്തിയിട്ടില്ല. ഏട്ടനുമായി വഴിതെറ്റി പിരിഞ്ഞു. ഒരു രാത്രി അഭയം നൽകി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പിടിപ്പിച്ചേനെ. ശിവകാമി മനസ്സിലോർത്തു. എഴുന്നേറ്റ് പല്ല് തേക്ക് മൊഴി. ചായ കുടിക്കുക. എനിക്ക് വിശപ്പില്ല. പിന്നെ എനിക്കാണോ വിശപ്പ്? എനിക്ക് വേണ്ടിയാണോ ഞാൻ ഇത് ഉണ്ടാക്കി വിളമ്പിയിരിക്കുന്നത്? തിന്നാൻ തോന്നണില്ല. നിനക്ക് എന്താ വിഷമം എന്നെനിക്കറിയാം. നിനക്ക് പഠിക്കണം. നമുക്ക് നോക്കാം. ഇവിടെയല്ല, ഇവിടെ നിന്നും ദൂരേക്ക് എവിടേക്കെങ്കിലും നമുക്ക് പോകാം. അവിടെ എന്തെങ്കിലും ഒരു വേല നോക്കി നിന്നെ ഞാൻ പഠിപ്പിച്ച് വലിയ ആളാക്കും. പക്ഷെങ്കിൽ ഏത് നാട്ടിൽ ചെന്നാലും അമ്മയുടെ പേരിന്റെ കളങ്കം മാഞ്ഞു പോകുന്നില്ല. ശിവകാമിയെ അറിയുന്ന ഏതെങ്കിലും ഒരു കണ്ണ്, ഒരു വായ്, അത് മതി പിന്നെ എല്ലാം താറുമാറാകാൻ. ഇത്ര കാലമായി ദേശാടന പക്ഷികളെ പോലെ ഈ യാത്ര. എണീക്ക് മൊഴി, എണീക്ക്. ഒരു ദിവസം എല്ലാം ശരിയാകും. ശിവകാമി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പിന്നാമ്പുറത്തേക്ക് ചെന്ന് ഉമിക്കരിപ്പെട്ടി എടുത്തു കൊടുത്തു. മൊഴി പല്ലും തേച്ചു മുഖവും വായും കഴുകി വരുമ്പോൾ ചായയും ചൂടാറ്റിക്കൊണ്ടിരിക്കവേ സ്തംഭിച്ചു നിൽക്കുന്ന ശിവകാമിയാണ് കണ്ടത്. ഒപ്പം അവൾക്ക് അഭിമുഖമായി നിൽക്കുന്ന നന്ദയെയും. ശിവകാമിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ നിറഞ്ഞൊഴുകി വീഴുന്നു. അവൾ ആറ്റിക്കൊണ്ടിരുന്ന ചായയേക്കാൾ പൊള്ളലായിരുന്നു നിറഞ്ഞു വന്ന കണ്ണീരിന്.
നന്ദ ഇരുവരെയും മാറി മാറി നോക്കി. നന്ദയുടെ കയ്യിൽ ഒരു കൊച്ചു പൊതിയുണ്ടായിരുന്നു. അതിലേക്ക് ശിവകാമി കണിച്ചിരി മാറി നോക്കി. നന്ദ അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് വെറുതെ മന്ദഹസിച്ചു. കുറച്ചു നേരം തീ തിരിച്ചു വന്നിരിക്കുന്ന മെരുപ്പ് കണ്ടപ്പോൾ ശിവകാമിക്ക് രക്തം തിളച്ചു വന്നു. അവൾ ചായ ഗ്ലാസ് വേശിക്ക് മുകളിലേക്ക് വച്ചിട്ട് ദേഷ്യത്തോടെ നന്ദയുടെ അടുത്തേക്ക് ചെന്ന് ഷർട്ടറിന്റെ കോളറിൽ പിടിച്ചമർത്തി കുലുക്കി ചോദിച്ചു, എവിടെ ആയിരുന്നു? എവിടെ പോയി? പറയേ. ഞാൻ ദേ ഇത്. നന്ദ കയ്യിൽ കൂട്ടിപ്പിടിച്ചിരുന്ന ആ പൊതി ഉയർത്തി കാണിച്ചപ്പോൾ ദേഷ്യത്തോടെ ശിവകാമി അത് വാങ്ങി അകത്തേക്ക് വലിച്ചെറിഞ്ഞു. പൊതിയിൽ നിന്നും തെറിച്ചു ചെപ്പിന്റെ ഡപ്പി വേർപെട്ടു പോയി. ശിവകാമി! ശക്തിയിൽ പെടുന്നതിനെ ഉറക്കി വിളിച്ചുകൊണ്ട് നന്ദ തിരിഞ്ഞു നോക്കി. ഓടിച്ചെന്ന് നിലത്ത് വീണ ചെപ്പിൽ നിന്നും സ്വർണത്തിൽ പിണந்த താലി എടുത്തു കാണിച്ചു. ദേ, ഇത് വാങ്ങാൻ പോയതാണ്. നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. നോക്ക്. നന്ദയുടെ കയ്യിലേക്ക് ശിവകാമി പകച്ചു നോക്കി നിന്നു. മഞ്ഞച്ചരടിൽ കോർത്തിട്ട ഒരു കൊച്ചു താലി. അവൾക്ക് എന്താണ് പിന്നെ ചെയ്യേണ്ടത്, പറയേണ്ടത് എന്നറിയാതെ പോയി. നന്ദയെ കുറച്ചു നേരത്തേക്ക് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ എന്ന പശ്ചാത്താപം അവളെ ആകെ നോവിച്ചിരുന്നു. എന്താണ് പറ്റിയത് നിനക്ക്? നന്ദ അടുത്തേക്ക് ചെന്ന് അവളോട് ചോദിച്ചു. തകർന്നു പോയി നന്ദ. ഞങ്ങളെ വേണ്ടെന്ന് വെച്ച് ഒരു വാക്ക് പോലും മിണ്ടാതെ പോയെന്ന് കരുതിപ്പോയി. എന്ത്? നിങ്ങളെ വിട്ടു പോകേ? അങ്ങനെ പോകാൻ എനിക്കൊക്കുമോ? പിന്നെ എന്താണ് പറയാതെ? ശിവകാമി കണ്ണീർ തുടച്ചു ചോദിച്ചു. പോകുമ്പോൾ വാതിലെ ഞാൻ മുട്ടി വിളിച്ചു. നല്ല ഉറക്കത്തിലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ശല്യപ്പെടുത്തണ്ടായിരുന്നു. പെട്ടെന്ന് വരാമെന്ന് വെച്ചു. പക്ഷേ കുറച്ചധികം വൈകിപ്പോയി. ശിവകാമി നന്ദയെ സൂക്ഷിച്ചു നോക്കി. നന്ദയുടെ കഴുത്തിലെ മാല എവിടെ പോയി? അതോ അത് വിറ്റു. ഈ താലി പണിതു. പിന്നെ ബാക്കി കുറച്ച് കാശുണ്ട്. നമുക്ക് ജീവിക്കണ്ടേ? ആദ്യം ഒന്ന് പച്ച പിടിക്കാനുള്ള മുതൽ. വേണ്ടിയിരുന്നില്ല. വേണം. അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ മാലയാണ് ശിവകാമി. അതിൽ ഏട്ടന് അവകാശമില്ല. ശിവകാമി നന്ദയുടെ കയ്യിൽ നിന്നും താലി വാങ്ങി നോക്കി. ഒപ്പം നന്ദയുടെ മുഖത്തേക്ക്. വൈകാതെ കോവിലിൽ പോയി മാരിയമ്മനെ സാക്ഷിയാക്കി ഈ താലി ആ കഴുത്തിൽ ഞാൻ കെട്ടും. നന്ദ അവൾ കേൾക്കെ പറഞ്ഞു. ശിവകാമി അത് കേട്ട് സന്തോഷത്തോടെ മൊഴിയെ നോക്കി. അപ്പോൾ ത്രയത്തിൻ്റെ 31-ാം ഭാഗം ഇവിടെ പൂർണ്ണമായി. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രയത്തിൻ്റെ അടുത്ത ഭാഗമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.